നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 578 578. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 578. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിലെ 68-ാം സർഗം ലീലാകാണ്ഡത്തിലെ ബ്രാഹ്മണരുടെ പശ്ചാത്താപം എന്നുള്ള ഭാഗം അവസാനിപ്പിച്ചു. ലാസ്റ്റ് ശ്ലോകം 30-ാമത്തെ ചൊല്ലി സമർപ്പിക്കുകയുണ്ടായി. അന്ന് ഈ വിധം യാജ്ഞിക വിപ്രരുള്ളിൽ മിന്നീടും അമ്മാതിരി ഭക്തിയാർന്നും ഇന്ദീവരാക്ഷൻ്റെ അടുക്കലേക്കു ചെന്നീല കംസൻ്റെ ഭയം നിമിത്തം. അതായത് വിപ്രപത്നിമാരേനൊക്കെ അനുഗ്രഹിച്ച് ആ യാഗം യജ്ഞം ചെയ്യുന്ന എന്താ പറയുക ബ്രാഹ്മണ ശ്രേഷ്ഠരെ കംസനെ ഭയന്ന് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് പോയില്ല, വിരോധം വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് 69-ാമത്തെ സർഗം പറയണം. 69-ാമത്തെ സർഗം ഗോവർദ്ധന യാഗോദ്യമം എന്ന ഭക്തി എന്താ പറയുക ഭക്തി രസപ്രധാനമായിട്ട് എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിട്ടുള്ള ഉപദേശ ശ്ലോകങ്ങളാണ്. ശ്രദ്ധിക്കുക. ഭഗവാൻ ബലനോടൊപ്പം അവിടെ തന്നെ വാഴവേ ഗോപന്മാർ ഇന്ദ്രയാഗത്തിനൊരുങ്ങി പതിവിൻ പടി ആസ് യൂഷ്വൽ നടത്തും. ഭഗവാൻ ബലനോടൊപ്പം അവിടെ തന്നെ വാഴവേ ഗോപന്മാർ ഇന്ദ്രയാഗത്തിനൊരുങ്ങി പതിവിൻ പടി. എല്ലാ വർഷവും ഇന്ദ്രന് ഒരു യാഗം കൊടുക്കാറുണ്ട്, യജ്ഞം സമർപ്പിക്കാറുണ്ട്. അതിനുള്ള എന്താ പറയുക കാര്യാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഭഗവാൻ അറിയാത്തതുമാതിരി ചോദിച്ചുമല്ലേ നന്ദാദി ഗോപവൃദ്ധന്മാരോടിങ്ങനെ. സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ അല്പം അലംഭാവം കാണിച്ചുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാത്ത ഭാവത്തിൽ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചു. ഇവിടെ ഇന്നതാണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം അറിയാം, കാരണം അദ്ദേഹം സർവജ്ഞനാണ്. പക്ഷേ ഇവരെന്താണ് പറയുക? സർവജ്ഞനായ ഭഗവാൻ അറിയാത്തതുമാതിരി ചോദിച്ചുമില്ലേ നന്ദാദി ഗോപവൃദ്ധരോടിങ്ങനെ. അച്ഛൻ ഇന്ന് എന്തിനാണ് ഈ മട്ട് ഇത്രയെല്ലാം പരിഭ്രമം? അച്ഛാ എന്താപ്പത്? പരിഭ്രമത്തിൻ്റെ കൂടാരാണല്ലോ. അതെടുക്കണോ ഇതെടുക്കണോ, അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ, അവിടെ കൺസൾട്ടേഷൻ ഇവിടെ കൺസൾട്ടേഷൻ. വാട്ട് ഈസ് ഗോയിങ് ഓൺ? അച്ഛൻ ഇന്ന് എന്തിനാണ് ഈ മട്ട് ഇത്രയെല്ലാം പരിഭ്രമം? യാഗത്തിനെങ്കിൽ ആർക്ക് എന്താണ് ഉദ്ദേശം? ചിലവത്രയാം. ആർക്ക് വേണ്ടിയിട്ടാണ് യജ്ഞം നടക്കുന്നത്? ഇതിനൊരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയാണ്? അച്ഛനിന്നെന്തിനാണ് ഈ മട്ടിൽ ഇതെത്രയെല്ലാം പരിഭ്രമം? യാഗത്തിനെങ്കിൽ ആർക്ക് എന്താണ് ഉദ്ദേശം? ചിലവെത്രയാം. കേൾപ്പാൻ എനിക്കാഗ്രഹമുണ്ട്, ഈ ഞാനും അറിയേണ്ടയോ? അവിടെ രണ്ടർത്ഥ. ഞാനും കൂടി അറിഞ്ഞൂടെ? ഞാനറിയാത്തൊരു യാഗോ? അങ്ങനെ രണ്ട് മുള്ളു വച്ചിട്ടുള്ള വർത്തമാനം ഉണ്ടായത്. എന്നാൽ മുള്ളല്ല, പാടത്തിൽ സൂചി കയറേണ്ട കൂട്ടത്തിൽ എന്നൊക്കെ പറയാം. കേൾപ്പാൻ എനിക്കാഗ്രഹമുണ്ട്, ഈ ഞാനും അറിയണ്ടയോ? ഉള്ളിലൊന്നും ഒളിപ്പിക്കില്ല ഇവിടം സമദൃഷ്ടികൾ. അതാണ്. എല്ലാം ഒരേപോലെ കാണാൻ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം നമ്മൾ. അപ്പോൾ ഒന്നും ഒളിപ്പിക്കുകയല്ല, തുറന്ന പുസ്തകം മാതിരി ആരോ എന്തോ ആയിക്കോട്ടെ പറയാനുള്ളത് പറയാം. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിടാൻ പാടില്ല ചിലതെങ്കിലും, എത്രയും വേണ്ട പേരോട് തുറന്നോതേണം ഒക്കെയും. ഒരു ഫൈനൽ അൾട്ടിമേറ്റ് ഉപദേശം കൊടുക്കുകയാണ്. എല്ലാവരും അറിഞ്ഞിടാൻ പാടില്ല ചിലതെങ്കിലും. ചില കൈയടക്കം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എത്രയും വേണ്ട പേരോട് തുറന്നോതേണമൊക്കെയും. ഒരു ഡിസ്കഷൻ ആവശ്യമാണ്.
വർണ്ണമശയിലെ പണ്ടേ നടപ്പുണ്ടതിനാൽ മാത്രം ചെയ്തൂടുകിൽ ഫലം ചുരുങ്ങും തീർച്ച അതറിഞ്ഞനുഷ്ഠിച്ചാൽ മഹാഗുണം. ഇവിടെയാണ് എനിക്കുള്ള സന്തോഷം. എന്താ, ഞാൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ സംജ്ഞകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അതീവ തൽപരമായിട്ടുള്ള ഒരു ശ്ലോകമാണത്. കാരണം ഞാൻ ഇന്നുകൂടി ഒരു പട്ടാമ്പിക്കാരനായിട്ട് സംസാരിക്കണ്ടായി. അപ്പോൾ 1 മണിക്കൂർ 35 മിനിറ്റ് കൊടുത്തു സംഭാഷണം. എന്താ ചോദിച്ചാൽ പട്ടാമ്പിക്കാരൻ. അതൊരു ഹിസ്റ്റീരിയാണ് മനസ്സിലായില്ലേ. പട്ടാമ്പിയുടെ ജിയോഗ്രാഫി ഒക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. പണ്ടേ നടപ്പുണ്ട് അതിനാൽ മാത്രം ചെയ്തിടുകിൽ. ഇന്നത്തെ ഈ പല അനാചാരങ്ങളും എന്തിനപ്പോൾ ഈ ഗുരുതി തർപ്പണം എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് അറിയില്ല. ഗുരുതി തർപ്പണം എന്തിനാണ്? സാത്വികത്തിൽ അതിന് വല്ല ഫലമുണ്ടോ? ഇല്ല. തമോ ഗുണം രജോ ഗുണമായിട്ടുള്ള പൂജകൾ എന്തിനാണ് നമ്മൾ സാത്വിക നിധികളായിരിക്കുന്നത് നമ്മൾ ചെയ്യണത്? അത് എൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങളുടെ അടുത്ത് ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് പണ്ട് നടപ്പുണ്ട് അതിനാൽ മാത്രം ചെയ്തിടുക ഫലം ചുരുങ്ങും. അതാണ് ചണ്ട വാദിക്കണേനനുസരിച്ച് ഗുരുതി തർപ്പിച്ചു, അതുകൊണ്ടൊന്നും കാര്യമില്ല. അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ? വാട്ട് ഫോർ? എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക്? അപ്പോൾ തീർച്ച അതറിഞ്ഞനുഷ്ഠിച്ചാൽ മഹാഗുണം. ഏതൊരു കാര്യം അറിവിൻ്റെ മാധ്യമത്തിൽ തീരുമാനമെടുത്തിട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഫലം ഉണ്ടാവും. വെറും നടപ്പോ ശാസ്ത്രത്തിൽ അച്ഛൻ കണ്ടു തന്നെയോ വല്ലോരും മോദിയ മട്ടിൽ നല്ലതെന്നോർത്ത് ചെയ്വതോ. അവിടെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഓ മൈ ഗോഡ് OMG എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, ഭഗവാൻ 6-7 വയസ്സായിട്ടേ ഉള്ളൂ അല്ലേ. അപ്പം എന്താ ചോദിക്കണത്? ഇതെന്താ വെറും നാട്ടു നടപ്പാണോ? ശാസ്ത്രത്തിൽ അച്ഛൻ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വല്ലോരും ഓതിയ മട്ടിൽ ആരെങ്കിലും പറഞ്ഞു വശാക്കിയതാണോ ചെയ്യണത്? നല്ലതെന്നോർത്തു ചെയ്വതോ. ഇത് തർക്കമില്ലാതെ വിചാരിച്ച് ചെയ്യാണോ? യുക്തിപൂർവകം ഈ വണ്ണം മകൻ്റെ മധുഭാഷിതം കേട്ടു സന്തോഷമാർന്നോതി മതിമാൻ ഗോകുലാധിപൻ നന്ദഗോപുരൻ. തൻ്റെ മകൻ്റെ സീമകളില്ലാത്ത അറിവിൻ്റെ ഉടമയാണെന്നുള്ളത് മനസ്സിലായി. സീമാതീതമായ അറിവ് വെച്ച് ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ള താല്പര്യത്തോടു കൂടി എന്താ പറഞ്ഞത്? യുക്തിപൂർവകം ഈ വണ്ണം മകൻ്റെ മധുഭാഷിതം കേട്ടു സന്തോഷമാർന്നോതി ഭക്തിമാൻ ഗോകുലാധിപൻ. എന്താ? ഇന്ദ്രൻ മേഘം വഴിക്കെങ്ങും വർഷിപ്പൂ വേണ്ട മാതിരി. ഇന്ദ്രൻ മേഘം വഴിക്ക് എങ്ങും വർഷിപ്പൂ വേണ്ട മാതിരി ആ മട്ട് ആഹാരമാർന്നാണ് ജീവിപ്പൂ ലോകമൊക്കെയും. അതുകൊണ്ടാണ് സമയാസമയം ഇന്ദ്രൻ മഴ പെയ്യിക്കുക കാരണമാണ് നമ്മൾക്ക് ആഹാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കനിവാലുണ്ടാം ദ്രവ്യങ്ങൾ കൊണ്ടു നാം പൂജിക്കപതുകൊണ്ട് ആണ്ടാണ്ടു തോറും ആ വർഷനാഥനെ. അപ്പോൾ ഇന്ദ്രനുള്ള പട്ടം എന്താ? വർഷനാഥൻ, മഴ പെയ്യിക്കുന്നതിൽ രാജാവ് ആയി. അദ്ദേഹത്തിൻ്റെ കനിവാലുണ്ടാം. അദ്ദേഹം വലിയൊരു ദയാണ് കാണിക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ദ്രവ്യങ്ങൾ വെച്ച് നാം പൂജിക്കപതുകൊണ്ട് അദ്ദേഹത്തിന് ആണ്ടാണ്ട് എല്ലാ കൊല്ലും അമ്മട്ട് അർപ്പിച്ചുകൊണ്ട് എല്ലാം പ്രസാദത്തിൽ നിലയ്ക്കു നാം ആസ്വദിക്കുന്നു ധർമാർത്ഥ കാമങ്ങൾക്ക് എലും ഫലം. ധർമാർത്ഥ കാമങ്ങൾക്കെന്നേ പറഞ്ഞുള്ളൂ. ധർമാർത്ഥ കാമം മോക്ഷം എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ഇന്ദ്രന് മോക്ഷം കൊടുക്കാനുള്ള അധികാരമില്ല, മഴ പെയ്യിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ കാമം പ്രവൃത്തി കൊണ്ടു താനാർക്കും ജീവിക്കാമെന്നു വയ്ക്കുക. കൃഷ്യാദി നാം ചെയ്യുകിലും ഫലമേകുവതിന്ദ്രനാം. പ്രവൃത്തി കൊണ്ട് നമ്മൾ ആർക്ക് എങ്ങനെ ജീവിക്കണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ കൃഷി എക്സെട്ര നാം ചെയ്യുകിലും ഫലം ഏകുവതിന്ദ്രനാം എന്ന് ഇദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. കാമം കോപം ഭയം ദ്വേഷം ഇവ കാരണമേവനും പഴയ നടപ്പിതു വിടാൻ പാടില്ലൊരു വിധത്തിലും. അതായത് നന്ദഗോപരനെ ഈ ശ്ലോകം പറഞ്ഞത് കാമം കോപം ഭയം
ദ്വേഷം ഇവ കാരണം ഏവനും പഴയ നടപ്പത് വിടാൻ പാടില്ലൊരു വിധത്തിലും. പണ്ട് ചെയ്തു വന്നതൊന്നും നമ്മൾ വിടാൻ പാടില്ല, ദൈവകോപത്തിന് ഇടയാവും എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. നന്ദൻ ചൊല്ലിയതെല്ലാവരും ആവിധം സമ്മതിക്കവേ ഇന്ദ്രൻ്റെ ഗർവം പോക്കിയിടാൻ അച്ഛനോടോതി കേശവൻ. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ വത്സസ്തയം എന്ന കഥയിൽ ബ്രഹ്മാവിൻ്റെ ഹുങ്ക് അവസാനിപ്പിച്ചു. ഇനി ഇന്ദ്രനൊരു കൊട്ടുകൊട്ടണം, ഇന്ദ്രൻ്റെ അഹങ്കാരം ഇല്ലാതെ കണ്ടാക്കണം. അതിന് പറ്റിയ സന്ദർഭമാണിതെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ദ്രൻ്റെ ഗർവം പോക്കിയിടാൻ അച്ഛനോടോതി കേശവൻ, നിങ്ങളേവരും ഓതുന്നതൊക്കെയും ശരി തന്നെയാം, എന്നാലും എളുതായുള്ളൊരഭിപ്രായം ഉറപ്പൂ ഞാൻ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറയട്ടെ അച്ഛാ? ഓ പറഞ്ഞോളൂ. ജനിപ്പതും ജഗത്തെല്ലാം മരിപ്പതും അതേവിധം വാഴുവതും സുഖദുഃഖാതിയേൽപ്പതും കർമ്മമൊന്നിനാൽ. അച്ഛാ, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. എന്താ അത്? ജനിപ്പതും ജഗത്തെല്ലാം മരിപ്പതും അതേവിധം വാഴുവതും സുഖദുഃഖാതിയേൽപ്പതും കർമ്മമൊന്നിനാൽ. അപ്പം കർമ്മം നന്നായാൽ എല്ലാം നന്നായി, കർമ്മം നന്നായിട്ടില്ലെങ്കിൽ എല്ലാം മോശമായി. ഫലദാതാവ് അന്യനെങ്കിലൊന്നു ചോദിച്ചിടുന്നു ഞാൻ, ചെയ്തോനല്ലാതെ ചെയ്യാത്തോനേകാനായ ആൾക്കു സാധ്യമോ? അച്ഛാ പറഞ്ഞാൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്താ മോനേത്? അച്ഛൻ പറയണു ഇയാളാണ് മഴ പെയ്യിപ്പിക്കണത് എന്ന്. അപ്പോൾ ഈ മഴ പെയ്യിക്കണത് ഒരാളാവുക കാരണം മറ്റുള്ളവരുടെ കാര്യമൊക്കെ എന്താ? അച്ഛൻ ഇപ്പോൾ യാഗം നടത്തി, അതിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തോ ഒരു പൊരുത്തക്കേടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫലദാതാവ് അന്യനെങ്കിലൊന്നു ചോദിച്ചിടുന്നു ഞാൻ, ചെയ്തോനല്ലാതെ ചെയ്യാത്തോനേകനായി അയാൾക്കു സാധ്യമോ? ഒറ്റയ്ക്കൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ പറയണോ, കുഞ്ഞണ്ണി മാഷ് പറയണ്ടായി, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ തളരും. അപ്പോൾ ദേവേന്ദ്രൻ തന്നെ കർമ്മത്തിൽ ഫലത്താൽ പുലരുന്നവൻ താനുണ്ണാത്തേവരം മട്ടിൽ വിരുന്നോട്ടിയിടുമന്യൻ. താനുണ്ണാത്ത ഏവരെ ഉണ്ണാതെ ഏവരെ അമ്മട്ടിൽ വിരുന്നോട്ടിനുമന്യനെ. അവനവൻ ഉണ്ണാൻ പറ്റില്ലെങ്കിൽ വേറൊരുത്തിനെങ്ങനെ ഊട്ട് കൊടുക്കുക? താൻ ചെയ്തുള്ള കർമ്മങ്ങൾ താൻ അനുഭവിക്കവേ ഫലം മാറിക്കൊടുത്തിടാനാവാഞ്ഞോ നദിനന്ദിനാം. ഇതിൻ്റെ അർത്ഥം അത്ര എളുപ്പമല്ല. താൻ ചെയ്തുള്ള കർമ്മങ്ങൾ താൻ അനുഭവിക്കയേ ഫലം മാറിക്കൊടുത്തിടാനാവാത്തോ നദിനന്ദിനം. എല്ലാവരും വീട് വേണം എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവർ അതിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ഭഗവാൻ എല്ലാവർക്കും വീട് കൊടുക്കുക? അർഹതയുള്ളവർക്ക് കൊടുക്കുള്ളൂ. അതുകൊണ്ട് സ്വഭാവാനുസൃതം കർമ്മം കർമാനുസൃതമാം ഫലം, അതിനിടയ്ക്ക് എന്താവശ്യം ഇന്ദ്രനെ കൊണ്ടുമന്നിതിൽ. അച്ഛാ, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്താൽ പശുക്കൾ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുല്ലും കിട്ടില്ല. അച്ഛൻ എന്താ ഈ പറഞ്ഞത്? നമ്മുടെ കേമത്തനം കൊണ്ടാണോ പുല്ലുണ്ടാവുന്നത്? അല്ല. അതുകൊണ്ടാണ് സ്വഭാവാനുസൃതം കർമ്മം കർമാനുസൃതമാം ഫലം, അതിനിടയ്ക്ക് എന്താ ആവശ്യം ഇന്ദ്രനെ കൊണ്ടുമന്നിതിൽ. അപ്പോൾ ഇന്ദ്രൻ എന്താ ഒരു ജോലി വേണ്ടേ? അതിങ്ങനെയാണോ? കർമ്മം കൊണ്ടാം ജീവനോരോ നിലയെന്തുവതെപ്പോഴും ശത്രുമിത്രമുദാസീനൻ പ്രജാരാജാവു ദുഷ്ടനും. എന്താ പറഞ്ഞത്? കർമ്മം കൊണ്ടാണ് ജീവന് ഓരോ നില ഏന്തുവത് എപ്പോഴും. ഇപ്പോൾ ഈ കസാലയിലിരിക്കണോ സാധാരണ കസാലയിലിരിക്കണോ എന്നുള്ളത് അവരവരുടെ കർമ്മബല മനസ്സിലായോ? അതുകൊണ്ട് പ്രജാരാജാവു ദുഷ്ടനും ശിഷ്ടനും മണ്ണിലേതിനും കാരണം കർമ്മഭേദമാം എന്നാലും ഉണ്ട് ആർക്കും എങ്ങും മനുഷ്യേധ്യാൻ ഒരീശ്വരൻ. എല്ലാവരുടെയും എല്ലാ കർമ്മങ്ങളും കണ്ട് ഉത്സാഹിപ്പിക്കുന്ന ഒരു ചൈതന്യം വ്യക്തികളിലുണ്ട്. അതിനാണ് നമസ്കാരം. ആ വ്യക്തിഗതമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തിനെ നമ്മൾ നമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാസായി. അതുകൊണ്ട്
അനാദിവാസനയ്ക്കൊത്തു ജഗത്തിൻ പിന്നിലെപ്പോഴും സർവപ്രേരകനായെങ്ങും സർവതന്ത്ര സ്വതന്ത്രനായി. ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് അനാദിവാസനയ്ക്കൊത്ത ജഗത്തിൻ പിന്നിലെപ്പോഴും സർവപ്രേരകനായെങ്ങും സർവതന്ത്ര സ്വതന്ത്രനായി സർവവ്യാപാരവും കണ്ടു വിലസും സർവസാക്ഷിയായി ആശയപ്പോരിൽ എന്തെന്തും അരുളും കൽപ്പവൃക്ഷമായി. അതായത് ദേവേന്ദ്രൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ദേവതകളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു ഉത്സാഹം, അത് കഴിഞ്ഞ് ദേവേന്ദ്രൻ്റെ സഹായം നമ്മൾക്ക് ഇല്ലാതെ കണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന് ജോലിക്കല്ല എന്താ പറയുക യുദ്ധത്തിന് വേണ്ടി ശ്രമിക്കുക, വിജയിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് സർവവ്യാപാരവും കണ്ടു വിലസും അനാദിവാസനയ്ക്കൊത്തു ജഗത്തിൻ പിന്നിലെപ്പോഴും സർവപ്രേരകനായെങ്ങും സർവതന്ത്ര സ്വതന്ത്രനായ ഒരാളുണ്ട്. ഇപ്പം എൻ്റെ വിചാരധാര ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ നിരീക്ഷണത്തിലാണ്. മനസ്സിലായി? അപ്പോൾ സർവവ്യാപാരവും കണ്ടു വിലസം സർവസാക്ഷിയായി. ഈ ഭഗവാൻ ആരാ? സർവവ്യാപാരവും കണ്ടു വിലസം സർവസാക്ഷിയായി ആശ്രയിപ്പോരിൽ എന്തെന്തും അരുളും കൽപ്പവൃക്ഷമായി. ഭഗവാനോട് ആര് എന്താഗ്രഹം പറയണോ അത് നടത്തിത്തരും. അപ്പോൾ നിഷ്കാമ ഭക്തന്മാരായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരനെ സംതൃപ്തിപ്പെടുത്തിയാൽ എന്താ? അനന്യശരണാഗതനായിട്ട് ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ യോഗക്ഷേമം ഒക്കെ ചെയ്യും. അതാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. അതിന് നിങ്ങൾ വിചാരിക്കും യന്ത്രനല്ലേതു മട്ടിലും ഞാനീ ചൊല്ലുവതിനെല്ലാം താല്പര്യം ഇതുമാത്രമാം. വേറെ എനിക്ക് ഒരു കാര്യങ്ങളും പറയാനില്ല. അതിന് ഈ നിങ്ങൾ വിചാരിക്കും ഇന്ദ്രനല്ലേതു മട്ടിലും ഞാൻ ചൊല്ലുവതിനെല്ലാം താല്പര്യം ഇതുമാത്രമാം. ഇന്ദ്രന് ഈ മഴ പെയ്യിക്കുക എന്നുള്ളത് എനിക്ക് അത്ര പിടിച്ചില്ല അച്ഛാ. നമ്മൾക്ക് ഗോവർദ്ധന പർവ്വതമാണ് പുല്ല് തരുന്നത്. അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിനെ പൂജിച്ചാൽ മതി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കർമ്മം കൂടാതൊരുത്തർക്കും ജീവിപ്പാൻ വയ്യ മന്നിതിൽ കർമ്മമാം നമ്മെ രക്ഷിക്കും പരദേവതമാകയാൽ. കർമ്മം കൂടാതെ കൊണ്ട് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ജീവിപ്പാൻ വയ്യ മന്നിതിൽ കർമ്മമാം നമ്മെ രക്ഷിക്കും പരദൈവതമാകയാൽ. നമ്മളെ ഓരോരുത്തരെയും പരമമായ ചൈതന്യം സംരക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആശയാഭിലാഷങ്ങളൊക്കെ ഒന്നാണ് നിർത്തിവെച്ചാൽ അവരവരുടെ മനോമുഖരത്തിൽ തെളിയുന്ന ആ ചൈതന്യത്തിനെ ബാലാഗ്ര ശതഭാഗസ വിസ്തരസ ഏകോ ജീവ പ്രമാണത്തിൽ ആ ചൈതന്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് അതാതാൾക്കു വിധിച്ചുള്ള കർമ്മത്തെ മടിയെന്നേ പ്രയത്നിച്ചും അനുഷ്ഠിച്ചു കൊള്ളണം നന്മയോർക്കുവോൻ. എല്ലാവർക്കും ഒരേ കർമ്മം പറഞ്ഞിട്ടില്ല, കർമ്മം മാറും. ഓരോരുത്തരുടെയും ഇൻ്റലിജൻസിനനുസരിച്ചിട്ട് കർമ്മം മാറുന്നതാണ്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരാണ് അതാതാൾക്ക് വിധിച്ചുള്ള കർമ്മമടിയെന്നിയേ കർമ്മത്തെ മടിയെന്നിയേ പ്രയത്നിച്ചുറച്ചുറപ്പിച്ചു കൊള്ളണം നന്മയോർക്കുവാൻ. നമ്മുടെ നന്മ എന്താണ്? നല്ലത് ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്താൽ എല്ലാവരും സന്തോഷിക്കാതെ ഇരിക്കില്ല. അപ്പോൾ സ്വധർമ്മത്തെ വെടിഞ്ഞ് അന്യധർമ്മം കൈക്കൊള്ളിൽ നിന്യനാം ഭർത്താവിന് വഴങ്ങാത്തവരും പുംശലി പോലെ. അച്ഛനമ്മമാരുമായിട്ടുള്ള ജീവിതത്തിൽ അച്ഛൻ അമ്മയെ ആദരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് മക്കൾ ആദരിക്കുക. അച്ഛൻ അമ്മേനെ ആദരിക്കണമെങ്കിൽ മകളും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ആദരിക്കില്ല. അപ്പോൾ വാനപ്രസ്ഥം സന്യാസമൊക്കെ ഒരു ഒരു പട്ട് വീശിയിട്ട് ഉദ്ഘാടനം ചെയ്യണ കൂടുതലാവും. ശരിക്കും ഭഗവതിയുടെ വീട്ടിൽ ഭഗവതിക്ക് നിർമാലയ്ക്ക് അല്ലെങ്കിൽ ഭഗവതി സേവയ്ക്ക് അല്ലെങ്കിൽ ദീപാരാധനയ്ക്ക് ചുവന്ന പട്ട് ചേർത്ത് പറഞ്ഞിട്ടൊരു സമ്പ്രദായമുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു എന്താ പറയുക മണ്ഡപമൊക്കെ ഉണ്ട് ഓങ്ങല്ലൂർ.
അപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരെന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യം നന്നായിട്ട് ചെയ്യും. അതിനുള്ള അഭിവൃദ്ധി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ, സ്വധർമ്മത്തെ വെടിഞ്ഞ് അന്യധർമ്മം കൈകൊള്ളിൽ നിന്യനാം ഭർത്താവിനു വഴങ്ങാത്ത വെറും പുംസല് പോലവേ. സ്വധർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഈശ്വരാരാധന എന്നാണ്. ആ ഈശ്വരാരാധന ചെയ്യാതെ കണ്ട് ജീവിതം പാഴാക്കുകയാണെങ്കിൽ എന്താ, മോശമാണ്. അതുകൊണ്ടാണ് സ്വധർമ്മത്തെ വെടിഞ്ഞ് അന്യധർമ്മം ചെയ്കൊള്ളിൽ നിന്യനാം ഭർത്താവിനു വഴങ്ങാത്ത വെറും പുംസല് പോലെ. ഭർത്താവില്ലാത്തവർ വളരെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? പേരുദോഷം വരുത്തരുത്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നിങ്ങളാൽ ചിലരോട് ഈ മട്ട അരുളിയിടരുതെങ്കിലും അയോഗ്യ പൂജനം കണ്ടു പൊറുക്കാഞ്ഞുര ചെയ്തതാം. അച്ഛാ, ഒരു കാര്യമുണ്ട്, ഞാൻ പറയുമ്പോൾ എന്താ അച്ഛനുള്ളപ്പോൾ ഞാൻ എന്തിനാ അഭിപ്രായം പറഞ്ഞതെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളാൽ ചിലവരോട് ഈ മട്ട അരുളിയിടരുതെങ്കിലും, നിങ്ങളെപ്പോലുള്ള വന്ധ്യവയോധികന്മാരോട് നെഗറ്റിവിറ്റി ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ ആശ്രയദോഷം ഉണ്ടാവും. അപ്പോൾ അയോഗ്യ പൂജനം കണ്ടു പൊറുക്കാഞ്ഞുര ചെയ്തതാം. ഇപ്പം നിങ്ങൾ ഇന്ദ്രനെ പൂജിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ അയോഗ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അയാളെ ഒന്ന് ചിന്തിപ്പിക്കത്തക്ക വിധത്തിൽ നമുക്കാവാം എന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നുണ്ടായി. അവിടെ നിർത്താം. കാരണം ഇന്ന് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.